ഡൽഹിക്ക് അടുത്തുള്ള ഉത്തരേന്ത്യയിലെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നല്ല തണുപ്പുള്ള ഒരു രാത്രിയിൽ ഒരു വയസ്സായ അമ്മ ഡൽഹിയിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി ട്രെയിൻ തേടി എത്തുകയാണ്. അവർ ആ സ്റ്റേഷനിൽ വന്ന് കുറച്ചു നേരം കാത്തിരുന്നിട്ടും ട്രെയിൻ വരാതായപ്പോൾ അടുത്തുകൂടെ പോയ പോർട്ടറോട് ചോദിച്ചു, ഡൽഹിക്കുള്ള വണ്ടി എപ്പോഴാണ് വരിക എന്ന് ചോദിച്ചു. അപ്പോൾ പോർട്ടർ പറഞ്ഞു, അമ്മ ഇന്ന് ഇതിലെ വണ്ടികളൊന്നും വരില്ലല്ലോ, ഇന്നത്തെ വണ്ടികളെല്ലാം പോയി കഴിഞ്ഞു, ഇനി നാളെ വണ്ടിയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ വളരെ വിഷമത്തോടെ ആ പോർട്ടർ നോക്കിയപ്പോൾ ആ പോർട്ടർ ചോദിച്ചു, അമ്മയ്ക്ക് ഇന്നിവിടെ താമസിക്കാനുള്ള സൗകര്യം എന്താണ്, നാളെ പോയാൽ പോരെ, ആരാ ഡൽഹിയിൽ അമ്മയ്ക്കുള്ളത് എന്ന് ചോദിച്ചു. അപ്പോൾ അവര് വളരെ സ്നേഹത്തോട് പറഞ്ഞു, എൻ്റെ മകൻ ഡൽഹിയിലുണ്ട്, ഞാൻ അവനെ ലാൽ എന്നാണ് വിളിക്കുക, നാട്ടുകാരെല്ലാവരും അവനെ ലാൽ ബഹദൂർ എന്നാണ് വിളിക്കുന്നത്, അവന് റെയിൽവേയിൽ എന്തോ ഒരു ജോലിയാണ് എന്ന് പറഞ്ഞു. ഈ പോർട്ടർ സംശയത്തോടു കൂടിയിട്ട് ഓടിപ്പോയി സ്റ്റേഷൻ മാസ്റ്ററോട് കാര്യം പറഞ്ഞു. അങ്ങനെ സ്റ്റേഷൻ മാസ്റ്റർ വന്ന് വിവരങ്ങളെല്ലാം തിരക്കിയപ്പോഴാണ് മനസ്സിലായത് അന്നത്തെ റെയിൽവേ കാര്യമന്ത്രിയായിട്ടുള്ള ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ അമ്മയാണ് ഈ അമ്മ എന്ന്. അവരുടനെ തന്നെ ഒരു കാർ അറേഞ്ച് ചെയ്ത് എത്രയും പെട്ടെന്ന് അവരെ ഡൽഹിയിൽ എത്തിക്കാനുള്ള തീരുമാനമെടുത്ത് പെട്ടെന്ന് തന്നെ ഡൽഹിയിലേക്ക് യാത്രയാക്കി. രാത്രി വൈകി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ വീട്ടിൽ എത്തിച്ചേർന്നപ്പോൾ ആ അമ്മ സ്നേഹത്തോടെ ലാൽ ബഹദൂറിനോട് ചോദിച്ചു, മോനെ നിനക്കെന്താ റെയിൽവേയിൽ ജോലി? വലിയ താല്പര്യത്തോടെയാണ് സ്റ്റേഷൻ മാസ്റ്ററും റെയിൽവേ ജോലിക്കാരും എന്നെ ഇവിടെ കാറിലെത്തിച്ചു തന്നത്. അപ്പോൾ ചിരിച്ചുകൊണ്ട് ലാൽ ബഹദൂർ പറഞ്ഞു, ഒരു ചെറിയ ജോലിയുണ്ട് അമ്മേ, കുറച്ച് നാളത്തേക്ക്. നമ്മുടെ എല്ലാം രാഷ്ട്രത്തിന്റെ ശില്പികളിൽ പ്രമുഖനായിട്ടുള്ള ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ജന്മദിനം കൂടിയാണ് ഒക്ടോബർ 2. പലപ്പോഴും രാഷ്ട്രപിതാവിന്റെ ജന്മദിനത്തിന്റെ ഓർമ്മകളിൽ നമ്മൾ മറന്നുപോകുന്ന മറ്റു പ്രമുഖ രാഷ്ട്രശില്പിയുടെ ജന്മദിനം.